ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് വണ്ടി ഭ്രാന്ത് കുറവായിരുന്നു, പക്ഷെങ്കിൽ ഈ ഒരു വണ്ടി കാണുന്നത് വരെ വേറൊന്നുമല്ല, എല്ലാവരുടെയും എന്നെങ്കിലും ഒരിക്കൽ ഒന്ന് കയറണം, ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ അടുത്ത് നിന്നൊന്ന് ഫോട്ടോ എടുക്കണം, ഒരു പ്രാവശ്യമെങ്കിലും അതിലൊന്ന് തൊടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള മഹേന്ദ്രയുടെ താർ. ആ ഒരു വണ്ടി എൻ്റെ ആഗ്രഹം മാത്രമല്ല, എനിക്കത് ഭ്രാന്താണ്. റോഡിലൂടെ ഒരൊറ്റ വണ്ടി വിടൂല, ഏത് വണ്ടി പോയാലും ഞാനും എൻ്റെ മോനും കൂടെ പറയും എൻ്റെ വണ്ടി പോകണു, എൻ്റെ വണ്ടി പോകണു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവള് വണ്ടി വാങ്ങാനും വേണ്ടി വലുതായോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും വണ്ടി വാങ്ങാനും വേണ്ടി വലുതായി. കാരണം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നമ്മൾ മനസ്സിൽ വെച്ച് അങ്ങനെ എന്താ പറയുക, കുഴിച്ചു മൂടാനുള്ളതല്ല. അത് എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ആഗ്രഹങ്ങളാണ് നമ്മുടെ സ്വപ്നങ്ങൾ, ശരിക്കുമുള്ള നമ്മുടെ പ്രതീക്ഷകൾ. അപ്പോൾ അങ്ങനെ അത് വന്നിട്ടുണ്ട്. ഡെലിവറി ആകാനായിട്ട് കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പം ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ഓടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എന്തായാലും വേണ്ട, ചെന്ന് എടുത്ത വഴിക്കും തന്നെ നമ്മൾ സാധനം വളരെ ചെറുതായതുകൊണ്ടൊന്ന് തുറന്നു നോക്കി, അവിടെ വെച്ച് തന്നെ സമാധാനമില്ലാതെ. അപ്പോൾ സാധനം അത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് തുറന്നു നോക്കി. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ലാസ്റ്റ് ഇത് കാണുമ്പോൾ ഇതിൻ്റെ മനസ്സിലാവും. ഇത് ആവേശം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് തന്നെ അത് പൊട്ടിച്ച്. ഇതിൻ്റെ ഓണറെ ശരിക്കുള്ള ഓണറെ കാണിച്ചിട്ടില്ല. കാരണം ഈ സാധനം എന്ന് പറയുന്നത് എൻ്റെ ചിരകാല സ്വപ്നങ്ങളിലൊന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കണമല്ലേ. കുഴപ്പമില്ല, എല്ലാം കിട്ടിയല്ലോ അല്ലേ. ഇതാണ് സാധനം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മച്ചി പക്ഷെ ഈ സാധനം ഡോറ് മര്യാദയ്ക്ക് അടയില്ല. പിന്നെ പൊട്ടെ. ഇതിൻ്റെ അടിയിൽ എന്താണ്ട് വെച്ച് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം എങ്ങനെ ഒരു സ്ക്രൂയിങ് ആണോ? ഒന്ന് പോസ് ചെയ്യട്ടെ. ദഹിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ദഹിച്ചിരിക്കുക. മാരേജ് ഇനി നമ്മുടെ ഷാന റിവീൽ ചെയ്ത് അത്രയും ഒരു വരിയിലാണ് അത്രയും പോയത്. ഇനി ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ രണ്ട് സൈഡും തുറക്കാം. മെറ്റൽ ബോഡിയാണ്. ഇത് മാത്രമേ ഉള്ളൂ അല്ലാത്തത്. ഇത് മെറ്റൽ ബോഡിയാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അല്ല, ആന ഔട്ടിയാ പൊട്ടാതെ വാങ്ങിച്ചു കൊടുക്കണം, ഇല്ല ചവിട്ടി തെറ്റി പൊട്ടിച്ച് ദൂരകൾ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നങ്ങളിൽ ഉള്ള ഒരു സംഭവമാണ്. ഇനി ഇതിൻ്റെ മുതലാളി കണ്ടിട്ടില്ല. ഇനി ഇതിൻ്റെ മുതലാളി ഞാൻ വിളിക്കട്ടാ. മുതലാളി ആരിഷേ, ഒന്നിങ്ങോട്ട് വരുമോ? ഒരു സൂത്രം കാണിക്കട്ടെ. ഒരു സൂത്രം കാണിക്കട്ടെ. എനിക്ക് തരൂ. 2 പേർ കൂടാ. ആർക്ക്? കുഞ്ഞായിക്കും അല്ല, ആരിഷും. 2 പേരുടെ എടുക്കോ? ഉറപ്പാണോ? എന്നൊരു ഉമ്മ. ഭയങ്കര സ്നേഹം. എന്ത് വൈ മോളൊക്കെ വെച്ച് തേച്ച് നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഇരുമ്പില വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ സാധനത്തിന് പപ്പടം, പഴം, പരിപ്പ്, പായസം ഒക്കെ എടുക്കും. എന്തായാലും ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന സാധനമാണ്. എങ്ങനെ കളിക്കുന്നത് അറിയോ?
അങ്ങനെ ഇവിടെ വെച്ചു വീണ്ടും പോകും വീണ്ടും ഇല്ല അയ്യോ ഒരു ഉമ്മ പോലും ഇല്ല. എനിക്കല്ല അച്ഛനെ ഉള്ളു. അച്ഛനാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കും സാധ്യതയില്ല. പെൺകുഞ്ഞിനെ വാങ്ങിച്ചു ഭയങ്കര സന്തോഷം. ഇനി എൻ്റെ നട്ടും ബോട്ടൊക്കെ എടുത്ത് വിടലില്ല. ചെറുത് വാങ്ങിയിട്ടുണ്ടോ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ